ചോദ്യത്തിൽ തന്നെ മനസ്സ് നിറഞ്ഞു. ഇതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം വരും തലമുറയ്ക്ക് പാഠപുസ്തകമാണെന്ന് പറയുന്നത്. മമ്മൂട്ടിയെ കുറിച്ച് അഖിൽ മാരാർ. മമ്മൂട്ടിയെ കുറിച്ച് വാചാലനായി എത്തിയിരിക്കുകയാണ് അഖിൽ മാരാർ. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ്. ആഗസ്റ്റ് 15 സിനിമയുടെ ലൊക്കേഷനിൽ കയറിപ്പറ്റി ചില്ലറ സഹായങ്ങൾ സംവിധായക ടീമിന് ചെയ്തു കൊടുത്തു കൂടിയ എന്റെ പ്രധാന ഉദ്ദേശം മമ്മൂക്കയെ നേരിൽ കാണുക എന്നതായിരുന്നു. അന്ന് ദൂരെ മാറി നിന്ന് കണ്ട എനിക്ക് പിന്നീട് എന്റെ സിനിമ ചെയ്തപ്പോൾ അടുത്തു നിന്ന് കാണാനും അനുഗ്രഹം വാങ്ങാനും കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ റൂമിൽ കാണാൻ ചെന്ന അനുഭവം ജീവിതത്തിലെ മികച്ച നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. മലയാള സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിനിമയായി മാറാൻ സാധ്യതയുള്ള ഒരു ചിത്രത്തിന്റെ ഭാഗമായി മാറാൻ കഴിയുക. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ്, നയൻതാര, ചാക്കോച്ചൻ എന്നിവർ ഒന്നിക്കുന്ന 100 കോടിക്ക് മുകളിൽ നിരവധി രാജ്യങ്ങളിലായി മഹേഷ് ചേട്ടൻ ഒരുക്കുന്ന പ്രൊജക്ട്. ഇതിന്റെ പ്രധാന നിർമ്മാണ പങ്കാളി ജ്യേഷ്ഠ സഹോദരനായ സുഭാഷ് മാനുവലാണ്. ഈ സിനിമയുടെ ആദ്യ മീറ്റിംഗ് മുംബൈയിൽ നടന്നപ്പോൾ ഞാൻ ഒപ്പമുണ്ടായിരുന്നു. ഇത് ചെയ്യണമെന്ന് അന്ന് മുതൽ സുഭാഷ് ചേട്ടനോട് ഞാനും പറഞ്ഞു. എന്തായാലും അത് സംഭവിച്ചു. ശ്രീലങ്കയിൽ ഷൂട്ട് തുടങ്ങുമ്പോൾ ഞാൻ മറ്റൊരു പ്രൊജക്റ്റിലായിരുന്നു. ഇനി കഴിഞ്ഞ ദിവസത്തെ അനുഭവം പറയാം. സുഭാഷ് ചേട്ടനും ബേസിലും ഒരുമിച്ചാണ് മമ്മൂക്കയെ കാണാൻ റൂമിൽ ചെന്നത്. വാട്സാപ്പിൽ അയക്കുന്ന മെസ്സേജുകൾക്ക് കൃത്യമായി മറുപടി തരുന്ന മമ്മൂക്ക എന്നെ കണ്ടപ്പോൾ തന്നെ അഖിൽ എപ്പോ എത്തി എന്ന ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. പിന്നീട് ഒപ്പമിരുത്തി അരമണിക്കൂറോളം സംസാരിച്ചു. വല്യേട്ടൻ പ്രമോഷൻ പോയപ്പോൾ ഞാൻ സംസാരിച്ചത് മമ്മൂക്ക കേട്ടുവെന്നും മിക്ക വീഡിയോസും കാണാറുണ്ടെന്നും പറഞ്ഞപ്പോഴും എന്തെന്നില്ലാത്ത സന്തോഷം. ഖത്തർ മമ്മൂക്ക ഫാൻസിന്റെ പ്രോഗ്രാമിൽ അതിഥിയായി പോയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, മമ്മൂക്ക വരും തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണ്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് സ്വയം മാറിക്കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച പുസ്തകം. അഭ്രപാളിയിൽ അത്ഭുതമൊരുക്കാൻ പ്രായത്തെ മനസ്സുകൊണ്ടും പരിശ്രമം കൊണ്ടും കീഴ്പ്പെടുത്തിയ മജീഷ്യൻ. മലയാളിയുടെ അഭിമാനം, സ്വകാര്യ അഹങ്കാരം, ഒരുപാട് സ്നേഹം മമ്മൂക്ക എന്നുമായിരുന്നു അഖിൽ കുറിച്ചത്.